നമസ്കാരം, അമ്പിളി അനിൽകുമാറാണ്. വയനാടാണ് സ്വദേശം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ദക്ഷയുടെ ഒരു വെരിക്കോസ് വെയിൻ്റെ ഓയിലുണ്ട്. ധാരാളം ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുറേ സംശയങ്ങളാണ്. ഒരു ബോട്ടിൽ എത്ര ദിവസമാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു കോഴ്സ് എത്രയാണെന്നല്ല. നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ 100 ml ഒരു ബോട്ടിലാണ് വരുന്നത്. ആ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ ഡീപ്പ് ഓയിലായിട്ട് ഒരു ബോട്ടിൽ ഓയിൽ 6 ദിവസത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 7 ദിവസം വരെ നമ്മൾ ഓയിൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. താഴെ നിന്ന് മുകളിലോട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. അരമണിക്കൂർ കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി ചൂട് പിടിക്കുക. കൂടാതെ തുടർന്നുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക. അതിനുശേഷം ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. നമ്മളുടെ എണ്ണ എത്ര സമയം നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്നോ, ഏറ്റവും കുറഞ്ഞതാണ് അരമണിക്കൂർ വരുന്നത്. ഒരു 3/4 മണിക്കൂറൊക്കെ അപ്ലൈ ചെയ്തിട്ടെന്നോർത്ത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, യാതൊരു തരത്തിലുള്ള റെസ്റ്റും പറയുന്നില്ല. വെരിക്കോസ് വെയിൻ അൾസറായി, മുറിവായി, ഉണങ്ങാതെയുള്ള പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് റെസ്റ്റ് പറയുന്നുള്ളൂ. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ചില ആളുകൾക്ക് വേദന കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് റെസ്റ്റ് പറയുന്നത്. ബാക്കി നോർമൽ രീതിയിലുള്ള വെരിക്കോസ് വെയിൻ, കാലിനുണ്ടാകുന്ന കട്ടുകഴുപ്പ്, മരവിപ്പ്, അങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യാം. യാതൊരു വിധത്തിലുള്ള നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല. അവരുടെ ചെയ്യുന്ന ജോലികൾ ഏതാണോ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. നമ്മുടെ ഓയിൽ ഏറ്റവും കുറഞ്ഞത് 21 ദിവസമാണ് നമ്മൾ ഉപയോഗിക്കാൻ പറഞ്ഞത്. ആ 21 ദിവസം ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു മാസത്തിൽ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ഓയിൽ, ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും പറയുന്നില്ല, ഓയിൽ അപ്ലൈ ചെയ്തൊന്ന് മസാജ് ചെയ്യുക. ഒന്ന് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഇത് വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 21 ദിവസം തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ദക്ഷയുടെ വെരിക്കോസ് വെയിൻ ഓയിൽ ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് വർഷങ്ങൾ പഴക്കമുള്ള വെരിക്കോസ് വെയിൻ ഉണ്ടാവാം, സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ടാകും. ചിലരുടെയൊക്കെ പാദത്തിൻ്റെ അവിടെ നല്ല കറുപ്പ് കളർ കയറി സ്കിന്നിങ്ങനെ പീൽ ചെയ്യുന്ന പോലെ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, ചൊറിച്ചിൽ കൂടുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വെരിക്കോസ് വെയിൻ്റെ ഓയിലുണ്ട്. കൂടാതെ സ്കിൻ അലർജിയുടെ ഒരു ഓയിലുണ്ട്. ആ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ചൊറിയാനുള്ള ടെൻഡൻസി കുറയും. കാരണം ചൊറിച്ചിൽ വന്നാലും നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിക്കാതിരിക്കും. ഒരു മുറിവായാൽ മുറിവ് ഉണങ്ങാൻ ഒത്തിരി താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വെരിക്കോസ് വെയിൻ്റെ ഓയിൽ ദിവസത്തിൽ 1 പ്രാവശ്യം അപ്ലൈ ചെയ്യുക. സ്കിൻ അലർജിയുടെ ഓയിൽ ദിവസത്തിൽ 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ദന്തപാലയുടെ ഒരു സോപ്പുണ്ട്. ആ ഒരു സോപ്പ് വാങ്ങിയിട്ട് നിങ്ങൾ ആ ഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം വെരിക്കോസ് വെയിൻ റെഡി ആയിക്കോളും. നിങ്ങളുടെ ആ സ്കിന്നിനുണ്ടാകുന്ന കറുപ്പ് കളറുകൾ, ചൊറിച്ചിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ മാറിക്കിട്ടാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ്. നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ സ്കിൻ അലർജിയുടെ ഓയിലും ദന്തപാലയുടെ ഒരു സോപ്പും കൂടി ഉപയോഗിക്കുക. അൾസറായിട്ടുള്ള, അതായത് മുറിവ് വന്ന് വർഷങ്ങളായി, 10 വർഷമായി, 15 വർഷമായി ഉണങ്ങാതിരിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. അപ്പം നമ്മളുടെ ഓയിൽ ഉപയോഗിക്കുമ്പം യാതൊരു കാരണവശാലും മുറിവിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട. മുറിവിൻ്റെ തൊട്ട് ഏരിയകളിലെല്ലാം നല്ല രീതിയിൽ എണ്ണ അപ്ലൈ ചെയ്യുക. ലൈറ്റ് പ്രഷറിൽ മസാജ് ചെയ്യുക. സ്വന്തം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ മറ്റൊരാൾ ചെയ്തു തരുമ്പം അവരുടെ നഖം എങ്ങാനും തട്ടുകയോ അവരുടെ ശ്രദ്ധക്കുറവ് മൂലം മുറിവിൽ തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ചിലപ്പോൾ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് വേദനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു കസേരയിൽ കംഫർട്ടായിട്ടിരിക്കുക. ഒരു കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് താഴെ തൊട്ട് മേലെ അരക്കെട്ട് വരെ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുക. ലൈറ്റായിട്ട് മസാജ് ചെയ്യുക. ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. അതിന് ശേഷം ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി, സഹിക്കാവുന്ന ചൂടിൽ നന്നായി മുക്കി ചൂട് പിടിക്കുക. പിന്നെ ചില ആളുകൾക്ക്, അതായത് ഒരു 100-ൽ 1-2 ആളുകൾക്ക് പെട്ടെന്ന് വേദന കൂടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. അവർക്ക് ഈ മുറിവൊക്കെ ഉള്ളപ്പം മരവിപ്പായിരിക്കും, ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം വേദന കൂടുമ്പം യാതൊരുവിധ ടെൻഷനും വേണ്ട. ചൂട് പിടിക്കുന്നത് ഒഴിവാക്കുക. ചൂടുവെള്ളത്തിൽ ഓയിലെല്ലാം വൃത്തിയായി കഴുകി വൃത്തിയാക്കുക. മുറിവ് എല്ലാ ദിവസങ്ങളിലും കഴുകി വൃത്തിയാക്കുക. നിങ്ങൾ ഓയിൽമെൻറ്റ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടത് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂടുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള കറുപ്പ് പാടുകളെല്ലാം മാറിക്കിട്ടുകയും മുറിവ് ഉണങ്ങാനുള്ള സാധ്യത എളുപ്പത്തിലാക്കുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ ഓയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുറിവ് ഉണക്കിയെടുക്കാനും ഈ വെരിക്കോസ് വെയിൻ അൾസർ എന്നുള്ളതിന് യാതൊരു ഭയവുമില്ലാതെ അതിന് നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഉപയോഗിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. പ്രഗ്നൻ്റ് ലേഡീസ് ഉപയോഗിക്കുമ്പം കംഫർട്ടായിട്ടുള്ള രീതിയിലിരിക്കുക. താഴെ നിന്ന് മുകളിലോട്ട്, മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ലത്. താഴെ നിന്ന് മുകളിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. ലൈറ്റ് പ്രഷറിൽ മസാജ് കൊടുക്കുക. ഒരു 1/2 മണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് സഹിക്കാവുന്ന ചൂടിൽ നന്നായി ചൂട് പിടിച്ചു കൊടുക്കുക.
കൂടാതെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു പില്ലോ വെച്ചിട്ട് തലേണ വെച്ചിട്ട് കാലുയർത്തി വെച്ച് കിടക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ യാതൊരു കാരണവശാലും നടുവിന് യാതൊരു തരത്തിലുള്ള സ്ട്രെയിനും വരരുത്. അവർക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ ഒരു രീതിയിലായിരിക്കണം കിടക്കേണ്ടത്. പിന്നെ അധികം ബലത്തിൽ ഒരു കാരണവശാലും മസാജ് ചെയ്യാൻ പാടില്ല. ലൈറ്റ് പ്രഷർ മസാജ് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല. വളരെ ആയാസമായിട്ട് അവർക്ക് നടക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു 7 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കുഞ്ഞിന് വെയിറ്റ് ആകുമ്പം സ്വാഭാവികമായിട്ടും നടുവിനും കാലിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ ഉപയോഗിക്കുമ്പം അവർക്ക് ഒത്തിരി ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. നല്ല ആശ്വാസമുണ്ട്, അവർക്ക് ആദ്യത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുകളില്ല നടക്കാൻ എന്നൊക്കെ പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ ഉപയോഗിക്കേണ്ടത്. രക്ഷയുടെ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ ഏതൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാം? ഇപ്പോൾ ലേസർ കഴിഞ്ഞവർക്ക് ഉപയോഗിക്കാമോ? ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നൊരു കാര്യമാണ്. ലേസർ കഴിഞ്ഞ ആളുകൾക്ക് ഉപയോഗിക്കാം. ഒരു 15 ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് നീർക്കെട്ടുണ്ട്, വേദനയുണ്ട്, അങ്ങനെ പ്രശ്നങ്ങൾ പറയുന്ന ആളുകൾക്ക് തീർച്ചയായും നമ്മളുടെ ഓയിൽ ഉപയോഗിക്കാം. യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളുമില്ല. ഓയിൽ താഴെ നിന്ന് മുകളിലോട്ട് നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. ലൈറ്റ് പ്രഷർ മസാജ് കൊടുക്കുക. അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് ചൂട് പിടിച്ച് കൊടുക്കുക. രാത്രി സമയങ്ങളിൽ ഉറങ്ങുമ്പോൾ ഒരു തലയിണ വെച്ചിട്ട് കാലുയർത്തി വെച്ച് കിടക്കുക. കൂടാതെ 2 കാലിലും ഓയിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ ആളുകളും, ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇവിടെ വരുന്ന എല്ലാവരും പറയും എനിക്ക് ഒരു കാലിൽ മാത്രമേ വെരിക്കോസ് വെയിൻ ഉള്ളൂ എന്ന്. പക്ഷേ ആ ഒരു കാലിൽ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. തൊട്ടടുത്ത കാലിൽ നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാകും. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. തന്നെയല്ല, ഒരു കാലിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത കാലിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് 2 കാലിലും ഒരേപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാൻ പറയുന്നത്. ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉറപ്പാണ്.